ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേതായിട്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. വളരെയധികം ആശങ്കയോടുകൂടി തന്നെ കാണേണ്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മാപ്പ് തന്നെ മാറ്റിമറിക്കും എന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ടല്ലോ, ആ ഒരു കാലയളവിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ട് നെതന്യാഹുവിൻ്റെ ഭാഗത്ത്. ഇത് എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്നിരുന്നാലും ഒരു ഭീഷണിയുടെ രൂപത്തിലാണെങ്കിൽ പോലും അങ്ങനൊരു പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഈ ട്രംപിൻ്റെ, അതായത് അമേരിക്കയുടെ ഇനി വരാൻ പോകുന്ന പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ ഭാഷ്യം, അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മളിവിടെ ഓർക്കണം. അതായത് ഇസ്രയേലിൻ്റെ മാപ്പ് ഇപ്പോൾ ചെറുതാണ്, അത് വലുതാക്കേണ്ട സമയമായിരിക്കുന്നു എന്ന രീതിയിലും ഡൊണാൾഡ് ട്രംപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിൽ കൂടിയും ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം പെരുമാറാൻ പോകുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കയോടെ കൂടെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ പ്രഖ്യാപിച്ചതും എന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയിൽ ബോംബ് ചെയ്തിരിക്കുന്നത്. അതായത് നിരവധി അറ്റാക്കാണ് സിറിയയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ നാവികസേനയുടെ പടക്കപ്പലുകളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം തന്നെ അവർ ബോംബിട്ട് നശിപ്പിക്കുകയാണ്. അതായത് സിറിയയുടെ പക്കലുള്ള ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോൾ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സിറിയയിൽ അസദ് ഭരണകൂടമല്ല നിലനിൽക്കുന്നത്. അദ്ദേഹം റഷ്യയിലേക്ക് രാഷ്ട്രീയ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത്, അതായത് ഇസ്രായേൽ ഈ നാവികസേന താവളങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നാവികസേനയുടെ ഉപകരണങ്ങളും അതുമായിട്ടുള്ള പടക്കപ്പലുകളും എല്ലാം ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചാക്രമിക്കാനായിട്ട് ഓർഡർ കൊടുക്കാൻ പോലും അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ഭരണമാറ്റം നടന്നിക്കുന്ന ഈ ഒരു സമയത്ത് ഇസ്രയേലിനെ തിരിച്ചാക്രമിക്കാനായിട്ട് ഓർഡർ കൊടുക്കാനോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയോ ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസരം കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മാപ്പ് കാണുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാമാണ് ഇപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് സിറിയയുടെ കൈവശമുള്ള വെപ്പണുകളെല്ലാം നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താനായിട്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നാളെ ഈ സിറിയൻ ഭരണകൂടം, പുതിയതായി വരുന്ന സിറിയൻ ഭരണകൂടം ഇസ്രായേലിനെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇത്തരം അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് പണ്ട് സിറിയയുടെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ഇസ്രായേൽ, അതായത് 1967 തൊട്ട് ഇസ്രായേൽ തങ്ങളുടെ കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ ഒരു പ്രദേശം ഇനി എപ്പോഴും ഇസ്രായേലിൻ്റെ പക്കൽ തന്നെ ഉണ്ടായിരിക്കും എന്ന രീതിയിലൊരു പ്രസ്താവനയും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിൻ്റെ മാപ്പ് മാറ്റിമറിക്കുമെന്ന രീതിയിൽ പറയുമ്പോൾ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? സിറിയയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനാണോ, ആ ഒരു പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലും ആശങ്ക ഉയരുന്നുണ്ട്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ പുള്ളി എന്താണ് ചെയ്യുന്നത്, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല.